തണ്ണീർത്തടം നികത്തുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. കുണ്ടറ കൊറ്റങ്കര പഞ്ചായത്തിൽ വേലംകോണത്ത് പുത്തൻകുളങ്ങര വാർഡിലാണ് ഭൂമാഫിയ തണ്ണീർത്തടം നികത്തുന്നത്. ഈ ഭാഗത്ത് അമ്പലക്കുളവും വയലേലകളും ഉള്ളതിനാൽ പൊതുവെ വരൾച്ച അനുഭവപ്പെടാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മൾ തന്നെ കുടിവെള്ളം വിലക്കാണ് മേടിക്കുന്നത്. അപ്പൊ ഇതുകൂടെ നികത്തി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഇപ്പൊ തന്നെ നമ്മള് വിലക്കാ മേടിക്കുന്നത്. എന്റെ വീട് ഇതിനാവോ ആ കരയ്ക്കാ. അപ്പൊ നമ്മൾ ഇത് നികത്താൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ വേലംകോണത്ത് പുത്തൻകുളങ്ങര വാർഡിലാണ് തണ്ണീർത്തടം നികത്തുന്നത്. ഭൂമാഫിയ തണ്ണീർത്തടം നികത്തുന്നെന്ന് ആരോപിച്ച പ്രദേശവാസികളും രംഗത്തെത്തി. ഈ ഭാഗത്ത് അമ്പലക്കുളങ്ങളും വയലേലകളും ഉള്ളതിനാൽ പൊതുവെ വരൾച്ച ഉണ്ടാകാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ മൂന്ന് സൈഡിൽ നിന്നും കാലവർഷം ആകുമ്പോഴത്തേക്ക് മൂന്ന് സൈഡിൽ നിന്നുള്ള വെള്ളം ഒഴിവി ഇവിടെ വരുന്നത്. ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ നമുക്ക് കുടിവെള്ളത്തിന് യാതൊരു പ്രശ്നവും ഇല്ല. ഇതിപ്പോ റിയൽ എസ്റ്റേറ്റുകാർ വന്നിട്ട് ഇത് മണ്ണിട്ട് നികത്താനുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ഈ വില്ലേജ് ഓഫീസർ എങ്ങനെയോ കൈക്കൂലിയോ എന്തോ സമ്മർദ്ദത്തിന്റെ പുറത്തോ ഒരു റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കളക്ടർ ഒരു ഓർഡർ കൊടുത്തിരിക്കുക ഇവർക്ക് തരം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ തന്നെ പറയുന്നത് സൗജന്യമായിട്ട് തരം മാറ്റുന്നതാണ്. ഇത് സൗജന്യമായിട്ടല്ല, അവർ 2 ലക്ഷം 3 ലക്ഷം രൂപ ഫീസ് അടച്ചിരിക്കുന്നത്. അപ്പൊ അത് സൗജന്യമായിട്ടുള്ള ഇതിലല്ല ആ നികത്തല്. അപ്പൊ അതില് കൃത്രിമം നടന്നിട്ടുണ്ട്. നേരത്തെയും സ്വകാര്യ വ്യക്തികൾ ഇവിടെ തണ്ണീർത്തടം നികത്തി കെട്ടിടം നിർമ്മിക്കുകയും നടപടികൾ നികത്തിയതായും പരാതിയുണ്ട്. വീട് വെക്കാനായി 3 സെന്റ് സ്ഥലം നികത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നികത്തൽ ആരംഭിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ 20 സെന്റോളം പ്രദേശം പൂർണ്ണമായും നികത്തി കഴിഞ്ഞു. ഞങ്ങളുടെ ആദ്യം പറഞ്ഞത് ഒരു 3 സെന്റ് കരപ്പരയുടെ നികത്താൻ പോവുകയാണ്, അതുകൊണ്ട് ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ നോക്കുമ്പോഴത്തേക്ക് കൂടി വരും. അങ്ങനെയാണ് ഞങ്ങൾ തടയുന്നതിന് വേണ്ടി ചെന്നു. അപ്പോഴവർ സ്കെച്ച് കാണിച്ചു. ആർടിഒയുടെ ഓർഡറാണ് കാണിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ആർടിഒയുടെ ഓർഡറാണ്, ആയതിനാൽ അവർക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ തടയുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിൽ കേസെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് സ്കെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് 1 മീറ്റർ വീതിയിലാണ് ഈ ഓട കൊടുത്തിരിക്കുന്നത്. 1 മീറ്റർ വീതിയാണ്. ഇത്രയും 3 പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ടർ ടു ഔട്ടറാണ്, ഇന്നറല്ല. അപ്പൊ അതിനകത്തോടെ ഈ ഇത്രയും പ്രദേശത്തും ഈ കുളം നിറഞ്ഞു വരുന്ന വെള്ളം എങ്ങനെ 1 മീറ്റർ ഓടെ കൂടെ പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. തങ്ങളുടെ പ്രദേശത്തെ ജലസ്രോതസ് കാത്തു സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇനി ഉള്ള തലമുറയ്ക്കും കൂടെ വേണ്ടി ഇനി ഇത് നികത്താൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. പാർട്ടി മെമ്പർമാരെ അടുത്ത് എല്ലാം അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാരും പറയുന്നത് ഞങ്ങൾ പുറക്കെ സപ്പോർട്ട് ചെയ്തോളാന്ന് പറഞ്ഞു. ആരും ഇതുപോലെ മുന്നോട്ട് ഇറങ്ങുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ ജനങ്ങളായിട്ട് ഒത്തൊരുമിച്ച് അതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് വേണ്ടുന്ന കർശനമായിട്ടുള്ള നടപടി ഞങ്ങൾ എടുക്കാനുള്ള തീരുമാനം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.